ഞാൻ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ക്യാമ്പസുകൾ എങ്ങനെയാണ് ഇത്രമാത്രം ഭീതിയിലമരുന്നത്? എങ്ങനെയാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾ ഒന്നടങ്കം ഈ ഫാസിസ്റ്റ് ഭീഷണിയിൽപ്പെട്ട് തങ്ങൾക്കും ഈ വിധി ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ഭീതിയുടെ ഒരു തടവറയിലാകപ്പെടുന്നത്? നമുക്കത് ഗൗരവപൂർവ്വം അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം, ഞങ്ങൾ ഈ വിഷയത്തിൽ സിദ്ധാർത്ഥിൻ്റെ ഈ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭീതിയുടെയും സംഘർഷത്തിൻ്റെയും സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ ഇന്ന് ആരുടെ നിയന്ത്രണത്തിലാണ്? പഠനം കഴിഞ്ഞ് പുറത്തു പോയിട്ടും SFIയും മാർക്സിസ്റ്റ് പാർട്ടിയും നിയന്ത്രിക്കുന്ന അക്രമത്തിന്റെ കങ്കാണികളുടെ നിയന്ത്രണത്തിലാണെന്ന് കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ. ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിൽ തന്നെ പഠനം നിർത്തി വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഒരു പണിയുമില്ലാതെ SFIയുടെ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കങ്കാണിമാർ ഈ ഹോസ്റ്റലുകളിൽ താമസിക്കുകയാണ്. അവരുടെയാണ് നിയന്ത്രണത്തിലാണ് ഹോസ്റ്റലുകൾ. അവർ പുതുതായിട്ട് വരുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തും, അവരുടെ അനധികൃത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും, ആയുധ സംഭരണശാലകളായി മാറുന്നു, മയക്കുമരുന്ന് സംഭരണശാലകളായി ഇത്തരം ഹോസ്റ്റലുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഡ്രഗ് കേന്ദ്രങ്ങളാകുന്നു. അപ്പൊ ഇതിലൊരു സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. കേരളത്തിലെ ക്യാമ്പസുകളുടെ സ്ഥിതി എന്താണ്? കുട്ടികളുടെ വൈകാരികമായ അവസ്ഥ എന്താണ്? അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം സിദ്ധാർത്ഥിന്റെ മരണത്തെ മുൻനിർത്തി കേരളത്തിലെ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് നടത്തണം. ക്യാമ്പസ് ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന കൃത്യമായ ഗൈഡ് ലൈൻസ് ഇത് ഉറപ്പുവരുത്തുക. അതിനു വേണ്ടി കൂടി ഇത്തരം ജുഡീഷ്യൽ കമ്മീഷൻ ആവശ്യമാണ്. അതോടൊപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു ജുഡീഷ്യൽ ബോഡി കേരള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച സിറ്റിംഗ് ജഡ്ജിമാരോ വിരമിച്ച ജഡ്ജിമാരോ ഉൾപ്പെടുന്ന വളരെ സ്വതന്ത്ര സമൂഹം ഉൾപ്പെടുന്ന ഒരു ജുഡീഷ്യൽ ബോഡി ക്യാമ്പസ് അക്രമങ്ങളിൽ കുട്ടികൾ നേരിടുന്ന ഈ അക്രമങ്ങൾക്ക് പരാതിപ്പെടാനും അത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും സംസ്ഥാനത്തുണ്ടാകും. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ അനിവാര്യമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലാതെ ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാമ്പസ് ജനാധിപത്യം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം ഒരു നാടിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ യുവതലമുറ ജനാധിപത്യത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. അതിൽ ക്യാമ്പസ് ജനാധിപത്യം അനിവാര്യമാണ്. പക്ഷെ ക്യാമ്പസ് ജനാധിപത്യം എന്നത് ഭീഷണിയാണോ? ക്യാമ്പസ് ജനാധിപത്യം എന്നത് SFIയുടെ കടാരമുനയാണോ? മാർക്സിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞുവിടുന്ന കൊടിസിനിമാരുടെയും കിർമാണിമാരുടെയും ഔദാര്യത്തിൽ ജീവിക്കാനുള്ളവരല്ല കേരളത്തിന്റെ തലമുറ, ഈ വിദ്യാർത്ഥികൾ. അതുകൊണ്ടൊരു കൃത്യമായ ബോഡി, കുട്ടികൾക്ക് പരാതിപ്പെടാൻ പറ്റാത്തവർക്ക് വന്ന് ക്യാമ്പസുകൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന, ആ ക്യാമ്പസുകളിൽ സന്ദർശനങ്ങൾ നടത്തി കുട്ടികൾക്ക് പറയാൻ അവസരം നൽകുന്ന, കുട്ടികൾക്ക് പരാതിപ്പെടാൻ അവസരം നൽകുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് ഭരണകൂടത്തിനും നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഇത് ഉണ്ടാവണമെന്നുള്ള ആവശ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. കേരളം യഥാർത്ഥത്തിൽ അതിശക്തമായി പ്രതികരിക്കേണ്ട വിഷയമാണിത്. കേരളത്തിന്റെ രോഹിത് വെമുലയാണ് സിദ്ധാർത്ഥ. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. രോഹിത് വെമുല ഹൈദരാബാദിലെ ക്യാമ്പസിൽ മരണമടഞ്ഞതിന്, അല്ലെങ്കിൽ അത് ആത്മഹത്യയാണെങ്കിൽ ഇത് കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കണം. ഒരു പാവപ്പെട്ട ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടി, പഠനത്തിൽ മിടുക്കനായ, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മിടുക്കനായിരിക്കുന്ന ഒരു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് ഒരു സമൂഹം ആൾക്കൂട്ടം, SFIയുടെ ഒരു കൂട്ടം, യൂണിറ്റ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് വിവസ്ത്രനാക്കി നിർത്തി, അവന്റെ ശരീരത്തിൽ 2 ബെൽറ്റുകൾ കൊണ്ട് ആ ബെൽറ്റ് പൊട്ടിപ്പോകുന്ന വരെ വണ്ണം ക്രൂരമായി മർദ്ദിച്ച് 3 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ഒരു ഹോസ്റ്റൽ മുറിയിൽ അടയ്ക്കപ്പെട്ടെങ്കിൽ ആ കുട്ടിക്ക് നീതി കൊടുത്തേ മതിയാകും. അതിന് കേരള സമൂഹം ഒന്നടങ്കം ഇറങ്ങണം. എവിടെ പോയി കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാർ നിങ്ങൾ ചോദിക്കുകയാണ്? എവിടെ പോയി കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാർ? അടിമകളാണ്, അടിമക്കൂട്ടങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയോ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കെതിരെയോ സംസാരിക്കാൻ നാവില്ലാത്ത ഒരു പിഞ്ചു ബാലന്റെ മൃതശരീരം, അവന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ടായിട്ട് പോലും പ്രതികരണത്തിന്റെ ഒരു വാക്കുപോലും ഒരിടയാത്ത കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തോടുള്ള പുച്ഛം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നാവ് തുറക്കൂ, പ്രതികരിക്കൂ, ഒന്ന് സംസാരിക്കൂ എന്ന് കേരളത്തിലെ സാംസ്കാരിക ലോകത്തോട് സംസാരിക്കാൻ കൂടി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു.